ഡൊമിനിക് ചാക്കോ നിരന്തരം യൂട്യൂബിൽ എഴുതുന്ന ആളാണ്, നന്നായിട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ എഴുതിയിരുന്നു, സാറേ ക്രിസ്ത്യാനികൾ ബൈബിളും മുസ്ലിങ്ങൾ ഖുർആനും പഠിക്കുന്ന മാതിരി ഹിന്ദുക്കൾ ആദ്യം സംസ്കൃതം പഠിച്ച് ഹിന്ദുക്കളുടെ ഗ്രന്ഥം പഠിക്കണം. സംസ്കൃതം പഠിച്ച് ഹിന്ദുക്കളുടെ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിരിക്കുന്ന വികാരം നോക്കണം. ഡൊമിനിക് ചാക്കോ എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇവരുടെ പേര് കൃത്യമായിട്ട് എനിക്ക് കിട്ടില്ല. അതെ, ഡൊമിനിക് ചാക്കോ. അദ്ദേഹത്തിൻ്റെ വരികൾ നിരന്തരം നിങ്ങൾക്ക് കാണാം. സംസ്കൃതം പഠിക്കണം സാറേ, അവിടെ നിന്ന് വേണം സമൂഹം പഠിക്കാൻ. എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ പഠിക്കുന്നത്, ബൈബിള് മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കുന്നത്, അതുമാതിരി ഹിന്ദുക്കളുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണം. ഞാൻ ഡൊമിനിക് ചാക്കോയോട് പറയുന്നു, ഡൊമിനിക് ചാക്കോയുടെ അല്ല, എല്ലാവരോടും പറയുന്നു, ബൈബിള് പഠിക്കാൻ ഹീബ്രു ഭാഷ പഠിക്കണമെന്നില്ല. പഠിച്ചാൽ നല്ലത്, പഠിക്കണം നിർബന്ധമില്ല. ഖുർആൻ പഠിക്കാൻ അറബി പഠിക്കണമെന്ന് നിർബന്ധമില്ല. ആ ഖുർആനിലെ സന്ദേശം അനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ അറബി പഠിക്കണമെന്ന് നിർബന്ധമില്ല, പഠിച്ചാൽ നല്ലതാണ്. അതേപോലെയാണ് ഹിന്ദു ധർമ്മം നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ സംസ്കൃതം കമ്പൽസറി അല്ല. നിങ്ങൾ സംസ്കൃതം പഠിച്ച ഒറിജിനൽ ഗ്രന്ഥത്തിലേക്ക് പോയാലും ഒന്നും മനസ്സിലാവില്ല. ഒറിജിനൽ ഗ്രന്ഥത്തിലേക്ക് പോയാലും ഒന്നും മനസ്സിലാവില്ല. അഗാധമായ തത്വചിന്തയാണ്, അഗാധമായ ജീവിത ദർശനങ്ങളാണ്. ആ സംസ്കൃതം പഠിച്ച ഒറിജിനൽ ഗ്രന്ഥത്തിലേക്ക് പോയാലും അതിൻ്റെ കമൻ്ററികളും വ്യാഖ്യാനങ്ങളും ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംസ്കൃതം പഠിക്കാത്തതൊരു കുറവാണ് എന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ കുറവ് നികത്താൻ വേണ്ടി സംസ്കൃതം പഠിക്കാം. തീർച്ചയായിട്ടും ആ കുറവ് നികത്താൻ വേണ്ടി സംസ്കൃതം പഠിക്കാം. പക്ഷേ സംസ്കൃതം പഠിച്ചിട്ട് വേദം പഠിക്കാൻ പോയാൽ നടക്കില്ല. സംസ്കൃതം പഠിച്ചിട്ട് ദർശനങ്ങൾ പഠിക്കാൻ പോയാൽ നടക്കില്ല. സംസ്കൃതം പഠിച്ചിട്ട് നമ്മുടെ വാൽമീകി രാമായണം വായിക്കാൻ പോയാലും പറ്റില്ല. സംസ്കൃതം പഠിച്ചിട്ട് നമ്മളുടെ ഉപവേദങ്ങളും ഉപാംഗങ്ങളും ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം പഠിക്കാൻ പോയാലും നടക്കില്ല. എന്താ കാരണം അറിയോ? വെറും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിച്ചതുകൊണ്ട് ഷേക്സ്പിയറുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും മനസ്സിലാവില്ല, ഷെല്ലിയുടെ കവിതകൾ മനസ്സിലാവില്ല, വേർഡ്സ്വർത്തിന്റെ കവിതകൾ മനസ്സിലാവില്ല, ടെന്നിസന്റെ കവിതകൾ മനസ്സിലാവില്ല, സദാംപ്ടന്റെ കവിതകൾ മനസ്സിലാവില്ല. അവരുടെയൊക്കെ കവിതകളും ഷേക്സ്പിയറുടെ പുസ്തകങ്ങളും അതുപോലെ നമ്മുടെ ജോർജ് ബെർണാഡ് ഷായുടെ പുസ്തകങ്ങളൊക്കെ വായിക്കണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. അത് അടുത്ത കാലത്തുണ്ടായ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, 200-300 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗാധ സംസ്കൃതത്തിലെ വരികൾ പഠിക്കാൻ സംസ്കൃത ഭാഷ മാത്രം പോരാ ഡൊമിനിക് ചാക്കോയെ. അത് കാരണം സംസ്കൃതം പഠിക്കുന്നത് പഠിക്കുക, സംസ്കൃതത്തിന് വേണ്ടി പഠിക്കുക. പക്ഷെ വേദം പഠിക്കാനും അല്ലെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കാനും ഉപവേദം പഠിക്കാനും ഉപാംഗങ്ങൾ പഠിക്കാനും ഷഡ്ദർശനങ്ങളിൽ ഏതെങ്കിലും പഠിക്കാനും ഒന്നിനും സംസ്കൃതം ഇപ്പൊ വേണമെന്നില്ല. നല്ല കമൻ്ററികളുണ്ട്, അസൽ ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകങ്ങളുണ്ട്, അത് പഠിച്ചാൽ മതി. വീണ്ടും പറയുന്നു, സംസ്കൃതം പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, സംസ്കൃതം പഠിച്ചിട്ട് വേണം വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ജന്മത്തിൽ നടക്കില്ല. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹീബ്രു പഠിച്ചിട്ട് ബൈബിൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഒരു പുസ്തകമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, പൈതൃകം പഠിക്കാൻ സംസ്കൃതം കമ്പൽസറി അല്ല. സംസ്കൃതം പഠിക്കാൻ വേണ്ടി പഠിക്കണം എന്നുള്ളത് മനസ്സിൽ കമ്പൽസറി ആക്കാം. ഇത് പഠിക്കാൻ വേണ്ടി അത് പഠിച്ചാൽ എത്തില്ല. സായണ ഭാഷ്യം 14-ാം നൂറ്റാണ്ടില് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച ഹരിഹരന്റെയും ബുക്കന്റെയും മന്ത്രിയായ സായണാചാര്യൻ എഴുതിയ വേദഭാഷ്യം, പലർക്കും അതിനോട് എതിർപ്പുണ്ട്. ആ വേദഭാഷ്യം മനസ്സിലാക്കാൻ അതിന് വേറൊരു കമന്ററി ആരെങ്കിലും എഴുതിയത് വായിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. കാന്തോക്യോപനിഷത്തിന്റെ ഭാഷ്യം, ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യം ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ എഴുതിയിരിക്കുന്നത് വായിച്ചത് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും അതിൻ്റെ ഭാഷ എഴുതിയവരുടെ വായിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇത് നിങ്ങളോട് വിവരിക്കും എനിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. ഒരു സന്ദേശം കുറെ സംതൃപ്തമായ രീതിയിൽ നിങ്ങൾക്ക് തരാൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷം. പ്രണാമം, നമസ്കാരം. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പ്രണാമം.